BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. സ്വകാര്യ ബസിന്റെ വഴിമുടക്കി കാർ യാത്ര. ഒടുവിൽ ബസ് അപകടത്തിൽപ്പെടുകയും തുടർന്ന് കാർ യാത്രക്കാർ ബസ് ഡ്രൈവറെ മർദ്ദിക്കുകയും ചെയ്തു. പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയതിന് കാർ യാത്രക്കാരന് എറണാകുളം RTO 25,000 രൂപ പിഴ ചുമത്തി. കാക്കനാട് എറണാകുളം റൂട്ടിൽ വെള്ളിയാഴ്ച 6:30 സംഭവം. കാക്കനാട് നിന്ന് എറണാകുളത്തേക്ക് യാത്രക്കാരുമായി പുറപ്പെട്ട സ്വകാര്യ ബസിന് മുന്നിൽ കലൂർ സ്റ്റേഡിയം മുതലാണ് മാർഗ തടസ്സവുമായി കാർ യാത്രക്കാരനെത്തുന്നത്. ബസ്സിന് കടന്നു പോകാൻ വഴി കൊടുക്കാതെ വേഗം കുറച്ചോടിക്കുകയായിരുന്നു. എറണാകുളം സ്വദേശി റിനോയ് സെബാസ്റ്റ്യനും സുഹൃത്തുമായിരുന്നു കാറിലുണ്ടായിരുന്നത്. കലൂർ മണപ്പാട്ടി പറമ്പ് സിഗ്നലുകളിൽ ബസ്സിനെ തടഞ്ഞിടാനും കാർ യാത്രക്കാർ ശ്രമിച്ചു. ലിസി ജംഗ്ഷനിൽ കാറിനെ മറികടന്നു പോയ ബസ്സിനെ പിന്തുടർന്ന് വലതുവശം ചേർന്ന് തെറ്റായ ദിശയിൽ കാർ എത്തുന്നത് കണ്ട് ഭയന്ന ഡ്രൈവർ ബ്രേക്ക് ചവിട്ടിയപ്പോൾ തൊട്ടുമുന്നിലെ മറ്റൊരു കാറിൽ ബസ് ഇടിച്ചു. തുടർന്ന് പിന്നാലെ എത്തിയ റിനോയ് സെബാസ്റ്റ്യനും സുഹൃത്തും ചേർന്ന് ബസ് ഡ്രൈവർ PA നവാസിനെ മർദ്ദിക്കുകയായിരുന്നു. അപകടമുണ്ടാക്കിയ ബസ് ഡ്രൈവറെ മർദ്ദിക്കുന്ന രീതിയിലായിരുന്നു യുവാക്കൾ റോഡിൽ സംഘർഷത്തിന് ശ്രമിച്ചത്. സംഭവത്തിനിടെ ഇതുവഴി വന്ന മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ AR രാജേഷ് വിഷയത്തിൽ ഇടപെട്ടു. 2 വാഹനങ്ങളും പരിശോധിച്ച് എറണാകുളം RTOക്ക് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. തുടർന്ന് പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയതിന് കാർ യാത്രക്കാരന് RTO 25,000 രൂപ പിഴ ചുമത്തുകയായിരുന്നു. ഒക്കൽ പഞ്ചായത്തിൽ കയ്യേറ്റം മൂലം വിവാദമായ കൊണ്ടൂർ തോട്ടിലേക്ക് ശുചിമുറി മലിനജലം ഒഴുക്കിയതിന് 2 പേർക്കെതിരെ സെക്രട്ടറി പിഴ ചുമത്തി. ഒക്കൽ കൂട്ടുങ്ങൽ വീട്ടിൽ KK ഷാജി, കൊഴയംവേലി മോഹനൻ എന്നിവർക്കെതിരെയാണ് മാലിന്യ സംസ്കരണ നിയമലംഘനം നടത്തിയതിന് പഞ്ചായത്തി രാജ് വകുപ്പുകൾ പ്രകാരം നോട്ടീസ് നൽകിയത്. 10,000 രൂപ പിഴയടക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഒരാൾ തോടിനോട് ചേർന്ന് ശുചിമുറി സ്ഥാപിച്ച് മാലിന്യം ഒഴുക്കുകയും മറ്റേയാൾ വീട്ടിലെ ശുചിമുറിയിൽ നിന്നുള്ള മലിനജലം പൈപ്പ് വഴി തോട്ടിലേക്ക് ഒഴുകിയതായും കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ കയ്യേറ്റം ഒഴിപ്പിച്ച ശേഷം തോട് ശുചീകരിക്കാൻ അന്തർ സംസ്ഥാന തൊഴിലാളികളെ ഏർപ്പെടുത്തിയിരുന്നുവെങ്കിലും മാലിന്യമുള്ളതിനാൽ അവർ തോട്ടിലിറങ്ങാൻ വിസമ്മതിച്ചു. ഇതോടെയാണ് പഞ്ചായത്ത് പരിശോധിച്ച് നടപടിയിലേക്ക് നീങ്ങിയത്. 7 ദിവസത്തിനകം പിഴ അടക്കാത്ത പക്ഷം തുടർ നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പുണ്ട്. കുണ്ടൂർ തോട് ഒഴുകിയെത്തുന്നത് പെരിയാറിലേക്കാണ്. പഞ്ചായത്തിലെ ശുദ്ധജലത്തിന് ക്ഷാമമുള്ള വാർഡുകളിലേക്ക് പെരിയാറിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് വിതരണം ചെയ്യുന്നുമുണ്ട്. ഞായറാഴ്ച നടക്കാൻ പോകുന്ന UPSC പരീക്ഷയോടനുബന്ധിച്ച് കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിച്ചു. പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കൃത്യസമയത്ത് പരീക്ഷാ സെന്ററിൽ എത്തുന്നതിന് ഞായറാഴ്ച രാവിലെ 7 മുതൽ ആലുവ, തൃപ്പൂണിത്തുറ ടെർമിനൽ സ്റ്റേഷനുകളിൽ നിന്ന് മെട്രോ സ്റ്റേഷനുകൾ ആരംഭിച്ചു. നിലവിൽ ഞായറാഴ്ചകളിൽ രാവിലെ 7:30 സർവീസുകൾ ആരംഭിക്കാറുള്ളത്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് ഫ്രാൻസിലെ യൂണിവേഴ്സിറ്റി ഓഫ് റെന്നയിൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമിന് യോഗ്യത നേടി. കുസാറ്റ് ഇന്റർനാഷണൽ സ്കൂൾ ഓഫ് ഫോട്ടോണിക്സിലെ വിദ്യാർത്ഥിനികളായ ലൊറൈൻ രാജു കളത്തിൽ, ഷാബിന അബ്ബാസ്, P. ഹിബ എന്നിവരാണ് നേട്ടം കരസ്ഥമാക്കിയത്. കുസാറ്റും ഫ്രാൻസിലെ റെന്ന സർവകലാശാലയും തമ്മിലുള്ള ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രോഗ്രാം. തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾ ഫോട്ടോണിക്സിലെ 5 വർഷ സംയോജിത ബിരുദ പഠനത്തിലെ അവസാന വർഷ പഠനം മുഴുവനായി യൂണിവേഴ്സിറ്റി ഓഫ് റെന്നയിലാണ് പൂർത്തിയാക്കുക. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലവിക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. എളംകുളം മെട്രോ സ്റ്റേഷനിൽ തൂണുകൾക്ക് മുകളിലെ സിമന്റ് പാളികൾ ഇളകി വീണു. കഴിഞ്ഞ ബുധനാഴ്ച രാവിലെയോടെയായിരുന്നു സംഭവം. വാഹനങ്ങൾക്കും യാത്രക്കാർക്കും മുകളിലേക്ക് സിമന്റ് പാളികൾ അടർന്നു വീണതോടെ മെട്രോ ജീവനക്കാരെത്തി ഇളകിയ സിമന്റ് പാളികൾ കുത്തിക്കളഞ്ഞ് അപകട സാഹചര്യം ഒഴിവാക്കി. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന സമയം SI റോഡിൽ കടവന്ത്ര മുതൽ എളംകുളം പാലം വരെയുള്ള ഭാഗത്ത് വലിയ ഗതാഗത കുരുക്കായിരുന്നു. മെട്രോ 2ാം ഘട്ട നിർമ്മാണങ്ങളുടെ ഭാഗമായി വെണ്ണല, പാലച്ചുവട് ജംഗ്ഷനുകളുടെയും ആലിൻചുവട് റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതും സംബന്ധിച്ച് ജനപ്രതിനിധികളും പൊതുജനങ്ങളും പങ്കെടുത്ത വിശകലന യോഗം ചേർന്നു. വെണ്ണല ഗവൺമെന്റ് HSS ഹാളിൽ നടന്ന യോഗത്തിൽ ഉമാ തോമസ് MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ NSK ഉമേഷ് തുടർ നടപടികൾ വിശദീകരിച്ചു. സ്ഥലം MLA, ജില്ലാ ഭരണകൂടം, കോർപ്പറേഷൻ, KMRL എന്നിവരും മറ്റനുബന്ധ സംവിധാനങ്ങളും ചേർന്ന് ആലോചിച്ചുള്ള സാങ്കേതിക തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ വിഷയങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ധനസഹായം ഉറപ്പുവരുത്താൻ കഴിയും. ഇക്കാര്യത്തിൽ കൊച്ചി മാസ്റ്റർ പ്ലാനിനെ അടിസ്ഥാനമാക്കി മുന്നോട്ടു പോകണമെന്ന യോഗത്തിൽ ആവശ്യമുയർന്നു. യോഗത്തിൽ തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി പിള്ള, മറ്റ് ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു.
ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സ്വീകരിച്ച നടപടി വിജയത്തിലേക്കെന്ന് കോർപ്പറേഷൻ മേയർ എം അനിൽകുമാർ. പ്രവർത്തനം വിലയിരുത്താൻ പ്ലാന്റ് സന്ദർശിച്ചായിരുന്നു അദ്ദേഹം. ബയോമൈനിംഗ് ബ്രഹ്മപുരം തീപിടുത്തത്തെ തുടർന്ന് നടപ്പാക്കിയ പദ്ധതി വൻ മാറ്റമുണ്ടാക്കി. പട്ടാളപ്പുഴുക്കളെ ഉപയോഗിച്ച് ജൈവ മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള BSF സംസ്കരണ യൂണിറ്റ് നിശ്ചയിച്ച സമയത്ത് തന്നെ പ്രവർത്തനം ആരംഭിച്ചു. വിൻഡോ മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കാനും അനുമതിയായി. BPCL മാലിന്യ സംസ്കരണ പ്ലാന്റും നിർമ്മാണം പുരോഗമിക്കുന്നു. കൊച്ചി നഗരത്തിന്റെ മാത്രമല്ല സമീപ നഗരസഭയുടെയും മാലിന്യം സംസ്കരിക്കാൻ കഴിയുന്ന ഒന്നായി മാറുമെന്ന പ്രതീക്ഷയിലാണ് കോർപ്പറേഷൻ. തീപിടുത്തത്തെ തുടർന്ന് വിവാദമായ കമ്പനിയെ മാറ്റി ബ്രഹ്മപുരത്ത് ബയോമൈനിംഗ് ചെയ്യാൻ ഭൂമി ഗ്രീൻ എനർജി കമ്പനിയുമായി നഗരസഭ നവംബറിൽ കരാറിൽ ഏർപ്പെട്ടു. ഏകദേശം 8.40 ലക്ഷം ടൺ പൈതൃക മാലിന്യമുള്ളതായാണ് കണക്ക്. ഫയർ മലിനീകരണ നിയന്ത്രണ ബോർഡ്, ലീഗൽ മെട്രോളജി എന്നിവരിൽ നിന്നുള്ള അനുമതി നേടിയ ശേഷം ജനുവരി 15-നാണ് ബയോമൈനിംഗ് ഭൂമി ഗ്രീൻ എനർജി ആരംഭിച്ചത്. ദിവസവും 3000 മെട്രിക് ടൺ മാലിന്യം സംസ്കരിക്കാനുള്ള യന്ത്ര സംവിധാനം ഇവിടെയുണ്ട്. കഴിഞ്ഞ ദിവസം വരെയുള്ള കണക്ക് പ്രകാരം 4.10 ലക്ഷം മെട്രിക് ടൺ പൈതൃക മാലിന്യ സ്റ്റെബിലൈസേഷൻ നടപടി പൂർത്തിയാക്കുകയും 2.93 ലക്ഷം മെട്രിക് ടൺ പൈതൃക മാലിന്യം സംസ്കരിക്കുകയും ചെയ്തു. 41,504 മെട്രിക് ടൺ RDF വിവിധ സംസ്ഥാനങ്ങളിലെ സിമന്റ് ഫാക്ടറികളിലേക്ക് കയറ്റി അയച്ചു. 1360 ട്രക്ക് മാലിന്യമാണ് ഇതുവരെ കൊണ്ടുപോയത്. 2025 മെയ്യിൽ ബയോമൈനിംഗ് പൂർത്തീകരിക്കുമെന്നും ഭൂമി എനർജി പ്രതിനിധി പറഞ്ഞു. പട്ടാളപ്പുഴുവിനെ ഉപയോഗിച്ച് മാലിന്യ സംസ്കരണം നടത്തുന്ന BSF പ്ലാന്റുകൾ ബ്രഹ്മപുരത്ത് പ്രവർത്തനം തുടങ്ങി. കൊച്ചിയുടെ മാലിന്യ പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കാൻ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നഗരസഭ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയാണെന്നും മേയർ എം അനിൽകുമാർ മാലിന്യ സംസ്കരണം സംബന്ധിച്ച് വിളിച്ച മാധ്യമപ്രവർത്തകരുടെ യോഗത്തിൽ പറഞ്ഞു. മൂവാറ്റുപുഴ ടൗണിലെ ലതാ പാലത്തിന് സമീപം നിർമ്മിക്കുന്ന തൂക്കുപാലത്തിന്റെ അന്തിമ DPR തയ്യാറായി. കേന്ദ്ര സർക്കാരിന്റെ അമൃതം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരസഭയ്ക്ക് ഒന്നാം ഘട്ടമായി അനുവദിച്ച 5 കോടി രൂപ ചെലവഴിച്ച തൊടുപുഴയാറിന് കുറുകെ തൂക്കുപാലവും കച്ചേരിത്താഴം വരെ പുഴയോര നടപ്പാതയിൽ നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങളാണ് ദ്രുതഗതിയിൽ മുന്നേറുന്നത്. നഗരസഭാ ചെയർമാൻ PP എൽദോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം അന്തിമ DPR സംബന്ധിച്ച തീരുമാനമെടുത്തു. ലഭിച്ച 5 കോടി രൂപ ഉപയോഗിച്ച് നഗരസഭ ഡ്രീംലാൻഡ് പാർക്കിൽ നിന്ന് തൊടുപുഴ ആറിന് കുറുകെ പേട്ടയിലേക്ക് തൂക്കുപാലവും പേട്ട മുതൽ കച്ചേരിത്താഴം വരെ പുഴയോര നടപ്പാതയും നിർമ്മിക്കും. രണ്ടാം ഘട്ടമായി ലഭിക്കുന്ന 8 കോടി രൂപ ഉപയോഗിച്ച് വാച്ചർ ടവർ, മ്യൂസിയം, കഫ്റ്റീരിയ, ജെട്ടി, ജലയാത്രയ്ക്കുള്ള സോളാർ ബോട്ട് തുടങ്ങിയവയൊരുക്കും. മണ്ണ് പരിശോധന പൂർത്തിയാക്കി DPR ആകുന്നതോടെ നിർമ്മാണം ആരംഭിക്കും. എറണാകുളം DTPCക്കാണ് നിർമ്മാണ മേൽനോട്ടം. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614. BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി. മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര, നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി.